സെപ്റ്റംബർ 30 വേദപാരംഗതനായ വിശുദ്ധ ജെറോം. ഭൂമിയിൽ സ്വർണം കുഴിക്കേണ്ടി വരുന്നത് പോലെ വിശുദ്ധ തിരുവെഴുത്തിൽ അതിൻ്റെ ദിവ്യ അർത്ഥത്തിനായി നാം ആഴത്തിൽ കുഴിക്കേണ്ടതുണ്ട്. വിശുദ്ധ ജെറോം AD 340 ഇന്ന് യുഗോസ്ലാവിയ എന്നറിയപ്പെടുന്ന ഡാൽമേഷ്യയിൽ ജനിച്ചു. ക്രിസ്തീയ മഹാസാമ്രാജ്യത്തിലെ ഏറ്റവും മഹാത്മാക്കളായ വേദപണ്ഡിതന്മാരിൽ ഒരാളായിരുന്നു അദ്ദേഹം. അതിബുദ്ധിമാനായിരുന്ന വിശുദ്ധൻ ബാല്യത്തിൽ തന്നെ ലത്തീനും ഗ്രീക്കും പഠിച്ചു. വിജ്ഞാനദാഹം തീവ്രമായിരുന്നുവെങ്കിലും ജീവിത വിശുദ്ധിക്ക് അദ്ദേഹം വലിയ പ്രാധാന്യമൊന്നും നൽകിയിരുന്നില്ല. അദ്ദേഹത്തിന്റെ ആദ്യകാല ജീവിതം അനിയന്ത്രിതമായ ഇന്ദ്രിയാഭിലാഷങ്ങൾക്ക് അടിമപ്പെട്ടതായിരുന്നു. സ്വന്തം നാട്ടിലെ സ്കൂളിൽ വിദ്യാഭ്യാസത്തിന് ശേഷം 8 വർഷക്കാലം റോമിൽ പ്രസംഗകല അഭ്യസിച്ചു. അഗാധ പാണ്ഡിത്യവും ബുദ്ധി സൂക്ഷ്മതയും നിറഞ്ഞ അദ്ദേഹത്തെ സഭാ സേവനത്തിനായി ഉപയോഗിക്കാനായിരുന്നു ദൈവ തിരുമനസ്. അതോടെ ലോകസുഖങ്ങൾക്ക് പിന്നാലെ പാഞ്ഞു നടന്ന് മനഃശാന്തി നഷ്ടപ്പെട്ട ജെറോമിൽ ഒരു സമൂല പരിവർത്തനം ദൃശ്യമായി. അധികം താമസിയാതെ അദ്ദേഹം ജ്ഞാനസ്നാനം സ്വീകരിക്കുകയും 377 പുരോഹിതനായി അഭിഷേകം ചെയ്യപ്പെടുകയും ചെയ്തു. കിഴക്കൻ നാടുകളിലേക്ക് യാത്ര തിരിച്ച അദ്ദേഹം മാൽക്കസ് എന്നുപേരുള്ള ഒരു വന്ധ്യവയോധികനായ മഹർഷിയെ കണ്ടുമുട്ടി. ശൂന്യമായ ഒരു ഗുഹയിൽ ചാക്കുതുണികൾ ധരിച്ച് വേദഗ്രന്ഥ പഠനത്തിൽ ജീവിക്കാൻ വിശുദ്ധനെ ഉത്തേജനം നൽകിയത് ആ മഹർഷിയായിരുന്നു. റോമിൽ തിരിച്ചെത്തിയ അദ്ദേഹം പോപ്പിന്റെ പ്രിയങ്കരനായി. സങ്കീർത്തന പുസ്തകത്തിന്റെയും പുതിയ നിയമത്തിന്റെയും ലത്തീൻ വിവർത്തനം പോപ്പിന്റെ നിർദ്ദേശപ്രകാരം അദ്ദേഹം ആരംഭിച്ചു. അവസാനം വിശുദ്ധ ജെറോം വിശുദ്ധ ഗ്രന്ഥം മുഴുവനായും ലത്തീൻ ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തി. അദ്ദേഹത്തിന്റെ 18 വർഷത്തെ കഠിന പ്രയത്ന ഫലമായാണ് വൂൾഗാത്ത എന്ന വിശുദ്ധ ഗ്രന്ഥമൂലമുണ്ടായത്. ജോലികൾ പൂർത്തിയാക്കിയ ശേഷം ബെത്ലഹേമിലേക്ക് പോവുകയും ഏകാന്തമായ സന്യാസ ജീവിതം ആരംഭിക്കുകയും ചെയ്തു. ആ ഗുഹയിൽ താമസിച്ചുകൊണ്ട് പ്രസിദ്ധമായ പല ഗ്രന്ഥങ്ങളും രചിച്ചു. ജെറോമിനെ അജ്ഞാതമായിട്ട് എന്താണുള്ളതെന്ന് ഒരു മനുഷ്യനും അറിഞ്ഞുകൂടാ എന്നാണ് വിശുദ്ധ അഗസ്റ്റിൻ അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത്. അദ്ദേഹത്തിന്റെ പാണ്ഡിത്യവും വാദപ്രതിവാദ ശേഷിയും പ്രബന്ധങ്ങളും പലരിലും രോഷമുയർത്തുന്നവയായിരുന്നു. മനുഷ്യന്റെ ആത്മാവിനെ ശിരസിലാണ് പ്ലേറ്റോ ദർശിച്ചത്, ക്രിസ്തുവോ ഹൃദയത്തിലും. വിശുദ്ധന്റെ പ്രസിദ്ധമായ വാക്യമാണിത്. വയോവൃദ്ധനായിരുന്ന അദ്ദേഹം 420 സ്വർഗീയ യാത്ര ആരംഭിച്ചു. പരിഭാഷകരുടെയും ലൈബ്രറിയന്മാരുടെയും വിജ്ഞാനകോശ വിദഗ്ധരുടെയും മധ്യസ്ഥനായ വിശുദ്ധ ജെറോമിനോട് നമുക്കും പ്രാർത്ഥനാ സഹായം അപേക്ഷിക്കാം.